രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുടെ തറക്കല്ലിട്ടത്. ഇവിടെയായിരുന്നു വേദി. ആ തറക്കല്ലിട്ട ഫലകം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷെ ചില വാർത്തകളൊക്കെ വന്നതിനെ തുടർന്ന് അത് കോൺഗ്രസ് നേതാക്കൾ എടുത്തു മാറ്റിയെന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് മാർച്ച് 10 ഒരു വീടിന്റെ തറയ്ക്ക് വേണ്ടി കുഴിയെടുക്കാനോ ഒരു കല്ലെടുത്തു വെക്കാനോ അല്ലെങ്കിൽ കല്ല് ഇറക്കിയിട്ട് പോലുമില്ല. ഇവിടെ കുറച്ച് അസംസ്കൃത വസ്തുക്കളുണ്ട്. അത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ടാറിംഗ് പ്ലാന്റിന്റേതാണ്. കോൺഗ്രസിന്റെ വീടിനായി ഒരു ലോഡ് കല്ല് പോലും ഇവിടെ ഇറക്കിയിട്ടില്ല, ഒരു കുഴി പോലും. ഇത് ഈ വാർത്ത വന്നിട്ടുള്ളത് മാതൃഭൂമിയിലാണ്. ഇനിയിപ്പോ ചില ആളുകളൊക്കെ ഞാൻ ഇങ്ങനെ വാർത്തകളൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുമ്പോൾ, നീ ദേശാഭിമാനി നോക്കിയിട്ടല്ലടാ പറയുന്നത്, നീ കയറിൽ നോക്കിയിട്ടല്ല പറയുന്നത്, നീ മുസ്ലിങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നടക്കുകയല്ലേ എന്നീ പറഞ്ഞ ചാപ്പകുത്തിരികളൊന്നും വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസിന് ഇനിയുള്ള ഇലക്ഷനിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ വയനാട്ടുകാരോട് അറ്റ്ലീസ്റ്റ് വയനാട്ടുകാരോടെങ്കിലും വോട്ട് ചോദിച്ചു പോകാൻ എന്ത് ഉളുപ്പാണുള്ളത് എന്നുള്ളതാണ്. ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ ഇവരാരും വോട്ട് ചോദിച്ചു പോകില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അത്രയും നാണം കെട്ട പരിപാടിയല്ലേ കോൺഗ്രസ്സുകാർ എന്താ എത്ര കാലം പറഞ്ഞിരുന്നത്? 300 വീട് നിന്ന നിൽപ്പിലല്ലേ ഒരു ദിവസം വി.ഡി. സതീശൻ 400 വീട് ഉണ്ടാക്കി കൊടുത്തേ. നാവ് കൊണ്ട് 400 വീട് ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ നാട്ടിലൊക്കെ നാക്കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാന്നൊക്കെ പറയും. അതെല്ലാവർക്കും പറ്റും. നാക്കൊണ്ട് ബിരിയാണിയുള്ള സ്വർഗലോകം വരെ കെട്ടാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റും. പക്ഷേ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ സ്ഥലത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് എങ്ങാണ്ടാണ് രാഹുൽ ഗാന്ധി വന്നിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് ഒരു കല്ല് പോലും ഇത്ര സമയമായിട്ട് ഇട്ടില്ല. എന്നിട്ടും എന്ത് ചങ്കുറപ്പിന്റെ പേരിലാണ് ഇവര് ജനങ്ങളെ മുമ്പിലേക്ക് അടുത്ത നിയമസഭ ഇലക്ഷന് മുമ്പായിട്ട് ഇവർ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഓടിച്ചു വിടില്ലേ നാട്ടുകാര് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എടുത്തിട്ടില്ല. മേപ്പാടി പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ബിൽഡിംഗ് പെർമിറ്റിനായിട്ടോ വീടുകളുടെ നിർമ്മാണത്തിനോ എന്തെങ്കിലും അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. സർക്കാർ ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ നേരാക്കുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണെന്ന് തോന്നിപ്പോകും. എന്നെ ഇനി അങ്ങോട്ട് കമ്മി ചാപ്പ് കുത്തിവെച്ച് നിങ്ങളാണ്ട് കമ്മി ചാപ്പ് കുത്തിക്കോളെ. ഞാനെന്റെ അസല് കമ്മിയാണെന്ന് വിചാരിച്ചാൽ കമ്മിയാണെന്ന് പറഞ്ഞോളി. ഞാൻ കോൺഗ്രസിനൊക്കെ കുറ്റം പറയുമ്പോൾ, കോൺഗ്രസ് ഈ കൊള്ളരുതായ്മ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ വല്ല വിമർശനം ഉന്നയിക്കുമ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് നേരെ കമ്മ്യൂണിസ്റ്റ് ആക്കും. സംഘീവിരുദ്ധം പറഞ്ഞാൽ എന്നെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആക്കും. ഇനി സംഘികൾ നല്ല കാര്യം ചെയ്യൂല. അതുകൊണ്ട് അവരെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു നല്ല കാര്യം എന്തൊക്കെയായാലും അങ്ങനത്തെ വല്ല ഗതികേടും വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയിട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റും. ഒന്നും പറയാൻ പറ്റില്ല. എന്നെ സുഡാപ്പി ആക്കി മാറ്റും. ഇപ്പൊ ഞാൻ ചില ആളുകൾക്ക് സുഡാപ്പിയാണ്, ചില ആളുകൾക്ക് കമ്മിയാണ്. എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു മഹാദുരന്തം സംഭവിച്ചിട്ട് അവർക്ക് വാഗ്ദാനം ചെയ്തു കൊടുത്ത ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു ടീമാണ് കോൺഗ്രസ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടോ? അല്ല, 100% അതിന് കഴിവുള്ളൊരു ടീം തന്നെയാണ് കോൺഗ്രസ്. 100% കഴിവുണ്ട്. അതിനുവേണ്ടി അവരെന്താ തുടക്കത്തിൽ പറഞ്ഞേ? ഗവൺമെന്റിന്റെ പദ്ധതിയിലേക്ക് ആരും പൈസ അയക്കരുതെന്ന് പറഞ്ഞു, ഇല്ലേ? പിന്നെ അത് എല്ലാവർക്കും അയക്കാൻ പറ്റുന്നതാണെന്നൊക്കെ അവർ പറഞ്ഞു തിരുത്തി, ഇല്ലേ? അതും കഴിഞ്ഞ അവസരം ഞങ്ങൾ സെപ്പറേറ്റ് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, 300 വീട് എങ്ങാണ്ട്. ആദ്യം 1000 വീടായിരുന്നു, പിന്നീട് അത് 500 ആക്കി, പിന്നെ 300 ആയി, പിന്നെ ഇപ്പൊ 30 വീടാക്കി ചുരുങ്ങിയിട്ടുണ്ട്. ഒരു വീടെങ്കിലും ഇവന്മാര് ഈ കാലത്തിനിടയ്ക്ക് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര അഭിമാനകരമായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത്. അതില്ല. ഇവരതിനു വേണ്ടി ഒരു ആപ്പ് തുടങ്ങുന്നു. ആപ്പിലേക്ക് ആളുകൾ മുഴുവൻ, കോൺഗ്രസ് വിശ്വാസികൾ മുഴുവൻ ആ ആപ്പിലേക്ക് പണം അയക്കുന്നു. അവസാനം കുറെ പണം എത്തിക്കഴിഞ്ഞപ്പോ ഇപ്പൊ ആപ്പ് എവിടെ, അതിൽ വന്ന പണം എവിടെ, അതിൽ എത്ര തുകയാണ് വകയിരുത്തിയിട്ടുള്ളത്, എത്ര തുക കിട്ടി എന്ന് പോലും പൊതുജനങ്ങളെ മുമ്പിൽ, പൊതുജനങ്ങളെ പൈസയല്ലേ, പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഒരു ആർജവില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് വന്നിട്ട് ഒരു ഗംഭീര ഡയലോഗൊക്കെ നമ്മുടെ വയനാടിൽ വന്ന് പറഞ്ഞ് പിന്നീട് അത് ഭയങ്കര പ്രശ്നമായി. അതിലത്തെ ഒരു ഡയലോഗ് ഭയങ്കര വൈറലാണ്. ആ ഒരു ഡയലോഗ് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ നോക്കാം. ആ ഒരു ഡയലോഗ് വൈറലാണ് എന്ന് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കി. ആ ഡയലോഗ് ഇതല്ല, അയ്യോ അത് നേരെ പോയാ. കാരണം മമ്മൂട്ടി പറഞ്ഞൊരു വാക്ക് ഇത് ജനങ്ങളുടെ പൈസയാണെന്നാണ്. ആ ഒരു ഡയലോഗ് നിങ്ങൾ കേൾപ്പിക്കണം എന്നുള്ള ചെറിയ ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് കേട്ടോ. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ചീത്ത പറയരുത്. ഇപ്പൊ ഇവിടെ അവസാനമായിട്ട് നമ്മുടെ എല്ലാവരും കേട്ടൊരു വാർത്ത എന്ന് പറയുന്നത് മമ്മൂട്ടിയോട് നമ്മുടെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ മാപ്പ് പറഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ്.
ശരിയാണ്, 100% ആ ഒരു വിഷയത്തിൽ മാപ്പ് പറയേണ്ടതൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്, നമുക്ക് അതിനാണ്ട് അംഗീകരിക്കാം. ഇവിടെ മമ്മൂട്ടി പറഞ്ഞൊരു വാക്ക്, ഇതൊരു സോഷ്യൽ ക്യാപിറ്റൽ എന്നാണ്. എന്താ മമ്മൂട്ടി പറഞ്ഞേ? ഇതൊരു സോഷ്യൽ ക്യാപിറ്റലാണ്. ശരിയാണ്. കേരളത്തിൽ ഇപ്പൊ വീടുണ്ടാക്കി കൊടുത്തത് ഒരു സോഷ്യൽ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ടാണ് വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. 100% അതൊരു സോഷ്യൽ ക്യാപിറ്റൽ അല്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. നടൻ മമ്മൂട്ടിക്കെതിരെ സൈബർ ഇടത്തിൽ വ്യാപകം. അതൊന്നല്ല, ഞാൻ ആ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടും എന്നുള്ള വിചാരത്തിന്റെ പുറത്താണ് തപ്പി വെക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്. സുനിത കെ എം പറയുന്നു, പി ജി ഒരു പരാതി പറയട്ടെ. ഇന്നലെ കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക, അതല്ലേ ശരി. ഇനി ഇറങ്ങരുത് കേട്ടോ. പാർപ്പിടം ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നിരാശ്രയരായ ഇങ്ങനെ ഒരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയത് ജനങ്ങളുടേതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ ഇടത് സർക്കാരിനൊപ്പം തന്നെ നിൽക്കുന്നു. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ നമ്മൾ കൊടുത്തതാണ്. സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. മറ്റുള്ളവരോടുള്ള അനുതാപവും. മമ്മൂട്ടി പറഞ്ഞത് ഇവിടെ ആ ഒരു വീട് നിർമ്മിച്ചു കൊടുത്ത സോഷ്യൽ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ടാണ്. 100% അതൊരു സോഷ്യൽ ക്യാപിറ്റൽ ആണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. ഇത് എങ്ങനെയാണ് ഈ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടായത്? അതിന് കൃത്യമായിട്ടുള്ള രീതിയുണ്ട്. CMDRF എന്ന് പറയും. അതിലേക്ക് ജനങ്ങൾ അയക്കുന്നു. ജനങ്ങൾ അയച്ച പണം കൃത്യമായിട്ടും എന്തിനാണ് ഉപയോഗിക്കേണ്ടത് അതിന് തന്നെ ഉപയോഗിക്കുന്നു. ഇതേപോലെയുള്ള ഒരു സോഷ്യൽ ക്യാപിറ്റൽ തന്നെയല്ലേ കോൺഗ്രസ്സുകാരും പിരിച്ചെടുത്തത്? ഇതേപോലെയുള്ള ഒരു സോഷ്യൽ ക്യാപിറ്റൽ തന്നെ കോൺഗ്രസ്സുകാർ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതുവഴി പിരിച്ചെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് കൊടുത്ത പൈസ എന്തു ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഈ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ കൊടുത്ത പൈസ എന്ത് നിങ്ങൾ ചെയ്തു എന്ന് അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സുകാരെങ്കിലും ചോദിക്കേണ്ടതേ. ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെങ്കിലും ചോദിക്കണ്ടേ? അതവർ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇവരാർക്കാണ് അടിമപ്പെട്ട് കിടക്കുന്നത്? എന്തിനാണ് ഇവരിങ്ങനെ അടിമപ്പെട്ട് കിടക്കുന്നത്? അത് ചോദിക്കാനുള്ള ഒരു ആർജവം പോലും ഇവർക്കില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ തന്നെ സ്വയം ചിന്തിക്കേണ്ടത് ഞങ്ങൾ നല്ലൊരു കോൺഗ്രസ്സുകാരനല്ല. നമുക്ക് കോൺഗ്രസിന്റെ ലെഗസി എന്ന് പറയുന്നത് അങ്ങ് മഹാത്മാഗാന്ധി മുതലൊക്കെ തുടങ്ങുന്നതാ, നെഹ്റുജി മുതലൊക്കെ തുടങ്ങുന്ന ഒരു ലെഗസിയാണ്, ഒരു വണ്ടർ ലെഗസിയാണ്. ആ ലെഗസിയുടെ ഇങ്ങേ തലക്കിലിരുന്നിട്ടാണ് ഇവര് കനകൂല് കളിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കണം. എന്നിടയ്ക്ക് കറണ്ട് പോയി. അത് ഒരു ഏർപ്പാടുണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. സോറി കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കറണ്ട് പോയി. കറണ്ടല്ല, ഞാൻ കാറിലായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനിടയ്ക്കാണ് ഇവന്മാർ കനകൂര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭീകരമായ അവസ്ഥയാണ് ഇവർ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും സുഹൃത്തുക്കളെ, ഞാനിതവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരു വീടെങ്കിലും കോൺഗ്രസ് കിട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വോട്ടെങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ഇല്ലേ? ഉണ്ടാവണം. ബൈ.